നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിക്കേറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിന് പുറത്താണ്. ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ പോർച്ചുഗലിൻ്റെ മത്സരങ്ങൾ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് ആശങ്കയുണ്ട്. പോർച്ചുഗലിൻ്റെ ടീം 20-ാം തീയതി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അൽ നസറിൻ്റെ കോച്ച് ജോർഗെ ഹീസസ് ക്രിസ്ത്യാനോ എന്നും മടങ്ങി വരും എന്നതിനെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇന്നലെ അൽ ഖലീജിനെതിരെ തകർപ്പൻ ജയം ക്രിസ്ത്യാനോ ഇല്ലാതിരുന്നിട്ടും സാദിയോ മാനെ ഇല്ലാതിരുന്നിട്ടും അവർ നേടുകയുണ്ടായി. അപ്പോൾ ആ കളിക്ക് ശേഷമാണ് കോച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ CR7ൻ്റെയും സാദിയോ മാനയുടെയും മടങ്ങി വരവിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് സാദിയോ മാനെ വിൽ റിട്ടേൺ ആഫ്റ്റർ ദി ബ്രേക്ക്. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അവർ മടങ്ങിയെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും സൂചിപ്പിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിൽ കൺഫർമേഷൻ വരണമെങ്കിൽ മാർച്ച് 20 റോബർട്ടോ മാർട്ടിനസിൻ്റെ പോർച്ചുഗീസ് ടീമിൻ്റെ കോളപ്പ് വരണം. അപ്പോഴാണ് നമുക്കതിലൊരു വ്യക്തത വരും. പക്ഷേ കോച്ച് ഇപ്പോൾ പറയുന്നത്, അൽ നസർ കോച്ച് പറയുന്നത്, ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം മാത്രമേ ഈ 2 താരങ്ങളും ഇനി മടങ്ങിയെത്താൻ സാധ്യതയുള്ളൂ എന്നാണ്. അതോടൊപ്പം അദ്ദേഹം ഈ 2 താരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അവർ ഗ്രേറ്റ് പ്ലേയേഴ്സ് ആണെന്നുള്ള എല്ലാവർക്കും അറിയാം. അവരുടെ ആബ്സെൻസ് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കും. മാനയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെയിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അതുകൊണ്ടാണ് കളിപ്പിക്കാതിരുന്നത്. ആഫ്റ്റർ ദി ബ്രേക്ക് മാനയും റെഡി ആയിരിക്കുമെന്ന് കോച്ച് പറയുന്നു. അപ്പോൾ 1-ാം സ്ഥാനത്താണ് അൽ നസർ സൗദി പ്രോ ലീഗിലുള്ളത്. അപ്പോൾ നല്ല രൂപത്തിൽ ടീം തുടരെ വിജയിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കവേ ഈ ബ്രേക്ക് വന്നത് ടീമിനൊരു തിരിച്ചടിയാണ് എന്നാണ് കോച്ച് പറഞ്ഞത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല, തുറന്നു പറയുകയാണ്. ടീം നല്ല ഒരു മൊമെൻറ്റത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കവേ ഇങ്ങനെ ബ്രേക്ക് വരുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണിപ്പോൾ കോച്ച് പറയുന്നത്. എന്തായാലും CR7 സംഘവും ഇത്തവണ വലിയ സ്വപ്നം കാണുന്നുണ്ട് പ്രോ ലീഗിലെ കിരീടം. അത് സാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. എന്തായാലും പരിക്കിൻ്റെ പിടിയിലുള്ള CR7 എത്രയും പെട്ടെന്ന് തിരികെ എത്തട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.